ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ പുറത്തൊന്നും പോയി ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 2 കപ്പ്, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, ജാതിക്കയുടെ പൊടി 1/4 ടീസ്പൂൺ, കോഴിമുട്ട 1, പാൽ 1/2 കപ്പ്, ബട്ടർ 2 ടേബിൾ സ്പൂൺ, ഡ്രൈ ഈസ്റ്റ് 2 ടീസ്പൂൺ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. അതായത് മൈദ, പഞ്ചസാര, ഉപ്പ്, ജാതിക്കയുടെ പൊടി, അത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ ഇളം ചൂടുള്ള പാലും കോഴിമുട്ടയും ബട്ടറും ഡ്രൈ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒന്നിച്ച് മിക്സ് ചെയ്യാം. അത് നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി ആയിട്ടുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി കുറച്ച് എണ്ണ കൗണ്ടറിൻ്റെ മേലെ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലും കൂടെ കുറച്ച് എണ്ണ തേച്ചാൽ നമുക്ക് സുഖമായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഡോ നന്നായി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് ഇടാം. അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് അത് കവർ ചെയ്ത് വെക്കാം. അത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു കൗണ്ടറിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് വെക്കാം. എന്നിട്ട് ഡോയിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറിയതിന് ശേഷം അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോക്കാം. ഇനി നമുക്ക് മാവ് നന്നായിട്ട് പരത്തിയെടുക്കാം. കട്ടി കുറയാതെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയതിന് ശേഷം നമുക്ക് ഡോണട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഡോണട്ട് കട്ടറോ കുക്കി കട്ടറോ യൂസ് ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള എന്ത് സാധനം വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഡോണറ്റ്സ് ഒരു 30 മിനിറ്റ്സും കൂടെ കവർ ചെയ്തിട്ട് വെക്കാം. അതൊന്നും കൂടെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് ഡോണറ്റ്സ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. ഒരു മീഡിയം ഹീറ്റിലേ അത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കറുത്തു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോണറ്റ്സ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയാൽ നമുക്കത് പുറത്തേക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ്സ് കോട്ട് ചെയ്യാനുള്ള ഗ്ലേസിങ്ങും ചോക്ലേറ്റുമാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലേസിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് പൗഡേർഡ് ഷുഗറും ബട്ടറും മിൽക്കും വാനിലയുമാണ്. ഇത് 4 ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ച് നമുക്കൊരു ബൗളിൽ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഗ്ലേസിംഗ് ആണ് വേണ്ടതെങ്കിൽ പൗഡേർഡ് ഷുഗർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോരോ ഡോണറ്റ്സും എടുത്തിട്ട് ഈ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുക. ചോക്ലേറ്റ് കോട്ട് ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കളറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ജസ്റ്റ് ഡോണറ്റ് ഒന്ന് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെയുള്ള വേറെ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മേലെ ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഡോണറ്റ്സാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.